പലപ്പോഴായിട്ട് പല ജോയിൻറ്റ് കംപ്ലയിൻസുമായിട്ട് നമ്മൾ ഫിസിഷ്യനെ കാണിക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ് നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കുറവാണെന്നൊക്കെ പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്രത്തോളം നമ്മുടെ കാൽഷ്യം നമ്മുടെ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഏതൊക്കെയാണ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുകൊണ്ട് അവർ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാൽഷ്യം നമ്മുടെ ശരീരത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ഫംഗ്ഷനിങ്ങിനും പല്ലുകളുടെ ഫംഗ്ഷനിങ്ങിനും ഒക്കെ അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോ എമൗണ്ടാണ് ഡെയിലി കാൽഷ്യം അവരുടെ റൊട്ടീനിൽ എടുക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മളൊരു 1000 മില്ലിഗ്രാംസോളം നമുക്ക് കാൽഷ്യം ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ എടുക്കേണ്ടതാണ്. അതിപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 1500 mg ഡെയിലി നമ്മൾ കാൽഷ്യം നമ്മുടെ റൊട്ടീനിൽ എടുക്കുന്നത് നല്ലതാണ്. അതൊരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ നമുക്കതൊരു 1300 mg ഒക്കെ മതിയാവും. ഇനി നമ്മളൊരു പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2000 മില്ലിഗ്രാംസോളം നമുക്ക് കാൽഷ്യം നമ്മുടെ റെക്കമെൻഡഡ് ഡയറ്ററി എലവൻസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഡെയിലി നമ്മൾ അത് എടുക്കേണ്ടതാണ്. ഇനി കാൽഷ്യത്തിൻ്റെ ഹൈ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറ് പാലാണ്. അതായത് പശുമ്പാലാണ് നമ്മൾ കാൽഷ്യം ധാരാളമായിട്ട് നമ്മൾ അടങ്ങിയിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പശുമ്പാലാണെന്നൊക്കെ പൊതുവേ പറയാറുണ്ട്. എന്നാൽ നമ്മൾ പശുമ്പാൽ എടുക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലിനകത്ത് ഓൾമോസ്റ്റ് 100 ഗ്രാമോളം മാത്രമാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റെക്കമെൻഡഡ് എലവൻസ് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 1 അല്ലെങ്കിൽ 1.5 ലിറ്ററോളം പാല് നമ്മൾ ഡെയിലി എടുക്കേണ്ടതായിട്ട് വരും. അത്രത്തോളം നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കത് ഒരിക്കലും ഓക്കെ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് മറ്റ് പല, അതായത് നമ്മുടെ പച്ചക്കറികളിലൂടെയും സീഡ്സിലൂടെയും നട്ട്സിലൂടെയും ഒക്കെ നമുക്ക് എങ്ങനെ ഇൻടേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ പശുമ്പാലല്ലാതെ നമുക്ക് ഒരുപാട് സോഴ്സസ് ഓഫ് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ കണ്ടൻസ് നമുക്ക് ഫർദർ നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ജോയിൻറ്റ് കംപ്ലയിൻസ് വരാം, നമുക്ക് കൈകാലുകൾക്കൊപ്പം ഒരു ബുദ്ധിമുട്ട്, മരവിപ്പും കാര്യങ്ങളൊക്കെ കണ്ടുവരാം. അതുപോലെ നമുക്ക് ക്ഷീണം, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസ്, അതുപോലെ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് പൊതുവേ വരാം. അതുപോലെ നമുക്ക് ചില ആൾക്കാരിൽ അത് മുടി കൊഴിച്ചിലും നഖം പൊട്ടുന്ന പോലുള്ള കണ്ടീഷൻസ് കണ്ടുവരാം. പിന്നെ ഡിസ്കളറേഷൻസ് കണ്ടുവരാം, സ്കിൻ കംപ്ലയിൻസ് കണ്ടുവരാം. അങ്ങനെ ഒരുപാട് സിംറ്റംസ് പൊതുവേ നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസിയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്ര ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളൊരു പാല് കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല, അതായത് കാൽഷ്യം കുറഞ്ഞ കണ്ടൻസ് എടുത്തത് കൊണ്ടോ മാത്രം നമുക്ക് അതൊരിക്കലും കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ് ചെയ്യാറാണ്. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ഒരിക്കലും കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസിലൂടെയും സീഡ്സിലൂടെയും നട്ട്സിലൂടെയും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ കണ്ടൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ലീഫി വെജിറ്റബിൾസ്, പ്രധാനമായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുറ്റിച്ചീര, നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ കുറ്റിച്ചീരയിനകത്ത്, അതുപോലെ മുരിങ്ങയിലേനകത്ത്, കറിവേപ്പില, അതുപോലെ നമ്മുടെ മല്ലിയിലേനകത്തൊക്കെ ധാരാളമായിട്ട് കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഓരോ ഐറ്റത്തിനകത്തും ഓരോ റേഞ്ചിലാണ് നമുക്ക് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ മുരിങ്ങയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 450 mg വരെ നമുക്ക് ഇതിനകത്ത് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. അതിപ്പോൾ കറി ലീവ്സ് അല്ലെങ്കിൽ കറിവേപ്പില, നമുക്കറിയാം ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. പൊതുവേ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അതിനെ കളയുന്നതാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ള കാര്യം. എന്നാൽ അതിൽ 830 അല്ലെങ്കിൽ 850ഓളം mg കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മുടെ ഗട്ട് ഹെൽത്തിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കറിവേപ്പില എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇനി മുതൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ കറിവേപ്പില അവരുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ഒന്ന് തന്നെയാണ് കൊറിയാണ്ടർ ലീവ്സ്, നമ്മുടെ മല്ലിയില എന്ന് പറയുന്നത്. ഇതിനകത്തും ചെറിയ അളവിൽ കാൽഷ്യത്തിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അതായത് 150 mgയോളം കാൽഷ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടുവരുന്നത്. നമ്മൾ പൊതുവേ നോർമലി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചീര എന്ന് പറയുന്നത്. നമ്മുടെ ചുവന്ന ചീരയും പച്ച ചീരയിലും ഒക്കെ ധാരാളമായിട്ട് ഓക്സലേറ്റ്സ് എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ അളവിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ വലിയൊരു കംപ്ലയിൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ക്രോണിക് കിഡ്നി ഡിസീസസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുന്നുണ്ട്.
അപ്പോൾ ഇത്തരം നമ്മുടെ ചുവന്നയും പച്ചയും ചീരകൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുമായിട്ട് വരുന്നുണ്ട്. അതും അല്ലെങ്കിൽ അതിൻ്റെ അളവ് നമ്മൾ മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതായത് അധികമാവുന്നത് നമുക്ക് കിഡ്നി കണ്ടീഷൻസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാനൊരു കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ട് ധാന്യങ്ങളിൽ, ചില ധാന്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇതുപോലെ കാൽഷ്യം കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ റാഗി, കുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് ഈ മുത്താറി അല്ലെങ്കിൽ റാഗിയൊക്കെ വിരകി കൊടുക്കാറുണ്ട്. ചെറിയ പ്രായത്തിലെ തൊട്ട് കുറുക്കുണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ധാരാളമായിട്ട് കാൽഷ്യത്തിൻ്റെ കണ്ടൻസും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് മിനറൽസിൻ്റെ കണ്ടൻസൊക്കെ അടങ്ങിയുള്ളത് കൊണ്ടാണ് പൊതുവേ നമ്മൾ ഈ മുത്താറി അല്ലെങ്കിൽ റാഗി എന്ന് പറഞ്ഞ കണ്ടന്റ് കുട്ടികൾ തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. ഇതൊരു 100 ഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 340-350 mgയോളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടുവരുന്നത്. രണ്ടാമതായിട്ട് മുതിര നമുക്ക് പണ്ട് തൊട്ടേ അറിയുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് നമുക്ക് എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ബലം തരാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് മുതിര എന്ന് പറയുന്നത്. കുതിരയ്ക്കൊക്കെ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിനകത്തും ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 280-300 mgയോളം നമുക്ക് ഇതിനകത്ത് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതിപ്പം ഓരോ റിലേറ്റഡ് കണ്ടീഷൻസ് പേഷ്യൻസിനൊക്കെ ഒരുപാട് കൊടുത്തു വരുന്നൊരു കാര്യമാണ് ഈ മുതിര എന്ന് പറയുന്നത്. അടുത്താണ് നമ്മുടെ കടുക്, മസ്റ്റാർഡ് എന്ന് പറയും. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ മസ്റ്റാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 50 mgയോളം ഈ കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പൊതുവേ നമ്മുടെ സീസണിങ്ങിന് വേണ്ടിയാണ് മസ്റ്റാർഡ് യൂസ് ചെയ്യുന്നതെങ്കിലും അതുവഴി നമുക്ക് ഇതുപോലെ ഒരു കാൽഷ്യത്തിൻ്റെ ഇൻടേക്ക് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത കാറ്റഗറിയാണ് നട്ട്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ആൽമണ്ട്സ് അതുപോലെ നിലക്കടല പോലുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 280-300 mgയോളം നമുക്ക് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതായിട്ട് സ്റ്റഡീസിൽ കണ്ടുവരാറുണ്ട്. അപ്പം നമ്മളിതൊരു 100 mg ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 250-300 റേഞ്ചിലൊക്കെ നമുക്ക് കാൽഷ്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു കാൽഷ്യം ഡെഫിഷ്യൻസിയുള്ള ഒരാൾ നമ്മുടെ ഒരു എനർജി എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് റൊട്ടീനിൽ നമുക്ക് ഡെയിലി ഇത് കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത കാറ്റഗറിയാണ് സീഡ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ബേസിൽ സീഡ്സ്, അതുപോലെ പംകിൻ സീഡ്സ്, ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഇത്തരം കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഫ്രൂട്ട് ബൗളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ ഈ സീഡ്സൊക്കെ ഇട്ടിട്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ആ റോ ഫോമിൽ എടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു ബൗൾ പരുവത്തിൽ സെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ മീൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മീലിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് നമുക്കത് കഴിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസിനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാൽഷ്യം മാത്രം എടുത്തത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ സിംറ്റംസ്, അതായത് ജോയിൻറ്റ് റിലേറ്റഡ് കംപ്ലയിൻസും അതുമല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസ് പോലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് മാത്രമായിട്ട് നമ്മൾ എടുത്തതുകൊണ്ട് കാര്യമില്ല. അതിന് കൂടെ നമ്മൾ ഫോസ്ഫറസ്, മെഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ ബോൺ ഹെൽത്തിനെയും ബോൺ സ്ട്രെങ്ത്തിനെയും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇത് ഓരോന്നിനും ഓരോ സോഴ്സസ് ആണെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ട് നമുക്കറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സൺഷൈൻ വൈറ്റമിൻ ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ്ലി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ നമുക്കത് അവക്കാഡോന്നോ അല്ലെങ്കിൽ നമ്മുടെ സാൽമൺ ഫിഷ് അങ്ങനെ ഓരോ കണ്ടൻസിന്നൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാം. ഇനി ഫോസ്ഫറസിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കത് പഴവർഗ്ഗങ്ങളിലൂടെയും വെജിറ്റബിൾസിലൂടെയും അതുപോലെ നമ്മുടെ ഫിഷ്, മീറ്റ് അതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മെഗ്നീഷ്യം ആണെങ്കിലും നമുക്ക് നമ്മുടെ പയർവർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവക്കാഡോയിലും പഴങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് ഇത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഒക്കെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാൽഷ്യം ഡെഫിഷ്യൻസിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി വഴി നമുക്ക് ഉണ്ടാകുന്ന ജോയിൻറ്റ് കംപ്ലയിൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോസ്ഫറസും അതുപോലെ മെഗ്നീഷ്യം ഒക്കെ തന്നെ നമുക്ക് ഒരു 700 mgയോളം ഫോസ്ഫറസും ഒരു 400 mgയോളം മെഗ്നീഷ്യവും നമുക്ക് നമ്മുടെ RDA പ്രകാരം നിങ്ങൾക്ക് ഡെയിലി റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അതായത് ജോയിൻറ്റ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആൽക്കഹോളിസം, സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.